ഹായ് ഡിയർ ഫ്രണ്ട്സ്, NS മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മണാലി യാത്രയിലെ 2ാം ദിവസമായ ഇന്ന് നമുക്ക് സൈറ്റ് സീയിങ്ങിനായി പുറപ്പെടാം. മണാലി യാത്രയിൽ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുള്ള വിയാസ്നദി ചില സ്ഥലങ്ങളിൽ വറ്റി വരണ്ടിരിക്കുന്നത് കാണാം. മണാലി ആപ്പിളിന് പേരുകേട്ട സ്ഥലമാണ്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവിടെ ആപ്പിളിൻ്റെ സീസൺ. ആപ്പിൾ മരങ്ങൾ പ്രൂൺ ചെയ്ത് വളമിട്ട് നിർത്തിയിരിക്കുന്നത് കാണാം. ആപ്പിൾ കൂടാതെ പ്ലം, സ്ട്രോബെറി, ചെറി തുടങ്ങിയ പഴങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഹിമാചൽ പ്രദേശ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നടത്തുന്ന ക്ലബ് ഹൗസിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായുള്ള പല ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ട്രഡീഷണൽ ഡ്രസ്സിട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടി ഇവിടെയും കാണാം. മണാലിയുടെ പ്രധാന വരുമാന മാർഗമാണ് ടൂറിസം. അതിൽ ബിയാസ് നദി മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെയും ടൂറിസ്റ്റുകൾക്കായുള്ള പല റൈഡുകളും ഉണ്ട്. ക്രിസ്റ്റൽ പോലെ ശുദ്ധമായ ഈ ഐസ് വെള്ളത്തിൽ വേണമെങ്കിൽ ഒന്ന് കുളിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മണാലി ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള വസിഷ്ഠ് വില്ലേജിലാണ്. വസിഷ്ഠ മഹർഷിയുടെ പേരിൽ അറിയപ്പെടുന്ന വസിഷ്ഠ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഭൂമിക്കടിയിൽ നിന്നും സദാസമയത്തും ചൂടുവെള്ളത്തിൻ്റെ നീരുറവകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രത്യേകത. സൾഫർ, കാൽസ്യം പോലുള്ള മിനറൽസ് അടങ്ങിയിരിക്കുന്ന ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് മൂലം രോഗശാന്തി ലഭിക്കുമെന്ന വിശ്വാസത്താൽ ധാരാളം വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. ഭൂമിക്കടിയിലെ ജിയോ തെർമൽ എഫക്റ്റ് എന്ന പ്രതിഭാസമാണ് ഇതിന് കാരണം. ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയുള്ള നൈൻ മാപ്പ ബുദ്ധിസ്റ്റ് മോണസ്ട്രി സന്ദർശിക്കാം. ഇതൊരു ടിബറ്റൻ മോണസ്ട്രിയാണ്. മണാലിയിൽ വേറെയും ബുദ്ധിസ്റ്റ് മോണസ്ട്രികൾ ഉണ്ട്. ഇവിടെ പ്രവേശനം സൗജന്യമാണ്. ബുദ്ധിസ്റ്റ് മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധാരാളം പ്രയർ വീൽസ് അല്ലെങ്കിൽ മണി വീൽസ് ഇവിടെ കാണാം. ഇത് ഫോട്ടോഷൂട്ടിനായുള്ള മുയലുകളാണ്. ഇനി നമുക്ക് ഇവിടെയുള്ള ഹിഡിംബ ദേവി ടെമ്പിൾ സന്ദർശിക്കാം. മഹാഭാരതത്തിലെ ഭീമന്റെ 3 ഭാര്യമാരിൽ ഒരാളാണ് ഹിഡിംബ. ഒരു രാക്ഷസിയായിരുന്ന ഹിഡിംബ ധ്യാനത്തിലിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയ്ക്ക് ചുറ്റുമാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. പുരാണത്തിലെ ഘടോൽക്കജന്റെ അമ്മയായ ഹിഡിംബ ഹിമാചൽ പ്രദേശിൽ ആരാധിക്കപ്പെട്ടു വരുന്ന ഒരു ദേവിയാണ്. ഇതിൻ്റെ ചുറ്റുഭാഗത്തും വലിയ ദേവദാരു വൃക്ഷങ്ങളാണ്. ഈ യാക്കുകൾ സവാരിക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നവയാണ്. സവാരിക്ക് തയ്യാറാവാത്തതുകൊണ്ട് യാക്കിന്റെ മുഖം കാണിക്കാൻ ഉടമസ്ഥന് താല്പര്യമില്ല. ഇന്നിവിടെ മഴയുടെ അലർട്ടുള്ള ദിവസമാണ്. നേരിയ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. മഴയുടെ ശക്തി അല്പം കൂടി ചെറിയ ഐസ്പരലുകൾ വീഴാൻ തുടങ്ങിയിരിക്കുന്നു. മണാലി യാത്രയിൽ ആരും കാണാൻ ആഗ്രഹിക്കുന്ന മഞ്ഞുമഴയായി ഇത് മാറിയിരിക്കുന്നു. അന്തരീക്ഷത്തിൽ നല്ല തണുപ്പും കൂടിയിട്ടുണ്ട്. ആകാശത്ത് നിന്ന് ഐസ്പരലുകൾ അടർന്നു വീഴുന്നത് വളരെ കൗതുകമുള്ളൊരു കാഴ്ചയാണ്. എന്നാൽ ഈ സ്നോഫാൾ മണാലി ടൂറിസത്തിന് വലിയ ഭീഷണിയാണ്. ഐസുകട്ടകൾ വീണ് സോലാങ് വാലി പോലുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡ് ഗതാഗതം പാടെ സ്തംഭിക്കുന്നു. ഇങ്ങനെയൊരു സ്നോഫാൾ കാണാൻ സാധിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.